രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാകുന്ന സമീപനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. രാഹുലിന് ജാമ്യം ലഭിക്കുന്നതോടുകൂടി ആ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന് ആശ്വാസം എന്ന് പറയാം. അതേസമയം തന്നെ പരാതിക്കാരെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവരെല്ലാവരും വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് വളരെ നിർണായകമായിരുന്നു. ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിച്ചു പ്രതി എന്നതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വാദം. മുൻകൂർ ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിച്ചുകൊണ്ട് യുവതിയെ മാനസികമായി തളർത്തി ലൈംഗിക ബന്ധത്തിന് ഉപയോഗിച്ചു എന്ന വാദം മുൻനിർത്തിയായിരുന്നു പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്തായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. ഇപ്പോൾ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതേസമയം ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവന് ഭീഷണിയാണ്, നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വാദങ്ങൾ കോടതിയിൽ ഈ പരാതിക്കാരി അതിജീവിത ഉന്നയിച്ചിരുന്നു. രാഗിൻ ചേർന്നു. രാഗിൻ, വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അതിന്റെ ഉത്തരവിന്റെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ. ഫസ്റ്റ് കേസായി തന്നെയാണ് കോടതി ഇത് എടുത്തത്. നേരത്തെ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയില് തിരുവനന്തപുരം കോടതി തള്ളിയിരുന്നതാണ്. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ എത്തിയത്. ഈ ഘട്ടത്തിൽ അതിജീവിത ഇതിൽ കക്ഷി ചേർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത്, ഉന്നത പോസ്റ്റ് വഹിക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല ഇത്തരത്തിൽ ജാമ്യം നൽകിയാൽ തന്റെ ജീവന് ഭീഷണിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രോസിക്യൂഷനും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കരുത് എന്ന വാദമാണ് കോടതിയിൽ മുന്നോട്ട് വെച്ചത്. കാരണം യുവതിയെ മാനസികമായി തളർത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത് എന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പെറ്റീഷനാണ് എന്ന വാദമാണ് രാഹുൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കില്ല തുടങ്ങിയ വാദങ്ങളും മുന്നോട്ട് നിരത്തിയിരുന്നു. ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ചില നിരീക്ഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. കാരണം അവിവാഹിതനായിട്ടുള്ള രാഹുൽ ഇത്തരത്തിൽ ഉഭയസമ്മത പ്രകാരം വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടാൽ അതിൽ എങ്ങനെയാണ് തെറ്റ് പറയാൻ, അല്ലെങ്കിൽ അതിൽ എന്താണ് ജാമ്യം നിഷേധിക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളും ഹൈക്കോടതി ചോദിച്ചിരുന്നു. നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ എന്ത് സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യവും നേരത്തെ വാദപ്രതിവാദം മുന്നോട്ട് നീങ്ങിയ ഘട്ടത്തിൽ ഹൈക്കോടതി വാക്കാലൊക്കെ ചോദിച്ചിരുന്നതാണ്. ഇതോടൊപ്പം ഈ ഇത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്ന മൊഴി അത് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവതരമാണ്, കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുന്നതാണ് എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും കോടതി നടത്തിയിരുന്നു. എന്തായാലും വിശദമായിട്ടുള്ളൊരു വാദം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നതാണ്. മാത്രമല്ല നേരത്തെ ഇതിന് ശേഷമാണ് ഈ കേസ് വന്നതിന് പിന്നാലെയാണ് മറ്റൊരു ലൈംഗിക പീഡന പരാതി വരികയും അതിൽ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ബാംഗ്ലൂർ സ്വദേശിനിയായിട്ടുള്ള യുവതി KPCC പ്രസിഡന്റ് അയച്ച കത്ത് അത് ഫോർവേഡ് ചെയ്ത് പോലീസിലേക്ക് എത്തുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ബെയില് കിട്ടിയിരുന്നു. അതിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വരികയും അത് പെൻഡിംഗ് ആവുകയും ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അറസ്റ്റിലായത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടക്കം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഒന്നാം കേസ് തന്നെയാണ്. ആ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഉത്തരവ് രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന് വലിയ ആശ്വാസമാണ്. ആദ്യം ഉയർന്നു വന്ന കേസാണ്, നിയമം പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ്. ആ കേസിൽ നേരത്തെ തിരുവനന്തപുരത്തെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു അന്ന് സെഷൻസ് കോടതിയുടെ നടപടി. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യം ഉയർന്നു വന്ന കേസാണ്. ആ കേസിൽ യുവതിയെ മാനസികമായി തളർത്തിയ ശേഷം ബലാത്സംഗം ചെയ്തു എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയായിരുന്നു. അതേസമയം ഈ കേസ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തൊരു പ്രധാനപ്പെട്ട പരാമർശമുണ്ടായി. ആ പരാമർശം എന്നത് പെൺകുട്ടിയുടെ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നു എന്ന് പറയാനാകില്ല എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് പ്രോസിക്യൂഷൻ മാനസികമായി തളർത്തി ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. ഒപ്പം നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും തുടങ്ങിയ വാദങ്ങളും പെൺകുട്ടിയുടെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ
അങ്ങനെയെങ്കിൽ അത് ഗൗരവതരമാണ്. അങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ കടുത്ത വകുപ്പുകൾ ചുമത്താമെന്ന നിലപാട് കോടതി സ്വീകരിച്ചു. അതുകൊണ്ട് ആ വിഷയം ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ രാഗിൻ? തീർച്ചയായും അത്തരം വാദഗതികളാണ് കോടതിക്ക് മുന്നിലേക്ക് വന്നത്. മാത്രമല്ല, കോടതി നേരത്തെ സൂചിപ്പിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. അതായത് യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാൻ കഴിയില്ല എന്നൊരു നിരീക്ഷണം അടക്കം നേരത്തെ ഈ വാദപ്രതിവാദം മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നതാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്റിസിപ്പേറ്ററി ബെയിലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ്. എന്തായാലും ഇതിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുക. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നതാണ് രാഹുൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാദം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു, അല്ലെങ്കിൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതോടൊപ്പം തന്നെ നേരത്തെ 2 കേസുണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ കേസിലാണ് രാഹുൽ അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായ ശേഷം ജയിലിൽ പോവുകയും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുകയും ഒക്കെ ചെയ്തു. ആ കേസിൽ പിന്നീട് ബെയിൽ കിട്ടിയിരുന്നു. 2ാം കേസിൽ രാഹുൽ നിലവിൽ ബെയിലാണ്. അത് അപ്പീൽ പെറ്റീഷനായിട്ട് ഹൈക്കോടതിക്ക് മുന്നിലുമാണ്. അതുകൊണ്ട് ഇപ്പോൾ 1ാം കേസിൽ കൂടി ബെയിൽ കിട്ടിയിരിക്കുന്ന, ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ 3 കേസിലും ബെയിൽ എന്ന് തന്നെ പറയാൻ കഴിയുന്ന സ്ഥിതിവിശേഷവുമാണ്. എന്തായാലും ഓഗസ്റ്റ് മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ പരാതിയായി വന്നിരുന്നില്ല. മറിച്ച് 3ാം കക്ഷിയുടെ പരാതിയിലാണ് പോലീസ് നടപടിയെടുത്ത് കേസെടുത്ത് മുന്നോട്ട് പോയത്. പക്ഷേ അപ്പോഴും ആ ഘട്ടത്തിൽ പരാതി വരാതിരുന്നത് തുടക്കത്തിൽ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ യുവതി പെൺകുട്ടി നേരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതോടുകൂടി ഒട്ടനവധി കാര്യങ്ങൾ ആ മൊഴിയിൽ ഉണ്ടായിരുന്നു, പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് FIR അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് ആ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഏറെ ദിവസം ഒളിവിൽ പോയിരുന്നു. അന്ന് പോലീസ് സംഘം ബാംഗ്ലൂരിലടക്കം പരിശോധനയ്ക്കായി പോയതൊക്കെയാണ്. അത് വലിയ ഒക്കെ ചർച്ചയാവുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളുകയാണ് അന്ന് കീഴ്ക്കോടതി ചെയ്തത്. തുടർന്നാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്, ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ചില നിർദ്ദേശങ്ങളും ഇപ്പോൾ കോടതി, അല്ലെങ്കിൽ വ്യവസ്ഥകളും കോടതിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഒന്ന്, സാക്ഷികളെ സ്വാധീനിക്കരുത്. സ്വാഭാവികമായിട്ടും ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ നൽകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ കോടതി മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളിൽ ഒന്നുകൂടിയാണത്. സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മൊബൈൽ ഹാജരാക്കണം എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചകളിൽ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം എന്ന കാര്യവും കൂടി ഈ ബെയിൽ വ്യവസ്ഥയുടെ ഭാഗമായി, ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ചുകൊണ്ടുള്ള വ്യവസ്ഥയുടെ ഭാഗമായി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.